ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ സ്നേഹിക്കും എന്നൊരു തീരുമാനമെടുത്ത ആളാണ് യേശുക്രിസ്തു. ദൈവം അല്ലേ? യേശുക്രിസ്തു ദൈവമാണ്. എന്ത് വില കൊടുത്തെന്ന് പറഞ്ഞാലും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കും എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്ന ആളാണ് യേശുക്രിസ്തു. അതിനുവേണ്ടി ഇനി അവസാനത്തെ കാലത്തുണ്ടാകുന്ന ആ വലിയ കഷ്ടപ്പാട് അല്ലെ, ട്രിബുലേഷൻ, അതാണെങ്കിലും വേണ്ടില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്ന ഒരാളാണ് ദൈവം. അപ്പോൾ നമുക്ക് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ കാലത്ത് ട്രിബുലേഷനെ പറ്റി പറഞ്ഞ കഷ്ടപ്പാടിന്റെ കാലം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു കഷ്ടപ്പാട് ലോകത്തിന്റെ ആരംഭം തൊട്ടേ ഉണ്ടായിട്ട് ഒരിക്കപ്പോഴും ഉണ്ടായിട്ടില്ല. അതുപോലത്തെ കഷ്ടപ്പാടിന്റെ സമയമാണ് വരാൻ പോകുന്നെന്ന് പറയുന്നു. അത് ദൈവത്തിന്റെ ഇലക്റ്റിന് അല്ലെ, ദൈവം തിരഞ്ഞെടുക്കുന്ന അവർക്ക് വേണ്ടി. അതൊന്ന് ദൈവം കുറച്ചില്ല എങ്കിൽ ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കത്തില്ല. അതുപോലെ ഒരു ഫ്ലഷ് പോലും, ഒരു ജഡം പോലും ജീവിക്കത്തില്ല അല്ലെ, അതിനെ ഓർക്കം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ കഷ്ടപ്പാടിന്റെ സമയം വരുന്നത്. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ സമയം കാണിക്കുന്നത്, ആ കഷ്ടം നമ്മളെ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ലോകത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്ന കഷ്ടപ്പാട് കാണിക്കാൻ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാ. മനുഷ്യനെ നശിപ്പിച്ചു കളയണമെന്ന് ആഗ്രഹമില്ലാത്ത, മനുഷ്യനെ എങ്ങനെയും തന്റെ ഒപ്പം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളൂ. മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവെ. എന്തു വിധേനയും വല്ല വിധേനയും കർത്താവെ എങ്ങനെയെങ്കിലും ഞങ്ങളെ അങ്ങയുടെ ഒപ്പമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം യേശുവേ. അങ്ങേനെ പോലൊരു ദൈവമില്ല കർത്താവെ. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കാൻ മാത്രം ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ പുറകെ വരുന്നു കർത്താവെ. ഓ താങ്ക് യു ജീസസ് മസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞാൻ മുദ്രയിട്ടിരുന്ന നന്ദി പറയുന്നു കർത്താവെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്യാരണ്ടിയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ നിത്യതയ്ക്കുള്ള ഗ്യാരണ്ടി. താങ്ക് യു ജീസസ് മസ്റ്റർ. അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇത്രമാത്രം ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം, ഇത്രമാത്രം ചെയ്തു തരുന്ന ദൈവം, നന്ദി പിതാവേ. യേശുവേ, നന്ദി പിതാവേ. അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യാണ് കർത്താവ്. അങ്ങ് ഞങ്ങളുടെ സംസാരിക്കുമ്പോൾ കർത്താവിലോട്ട് അതായത് സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് വെളിപാടിലേക്ക് പോകാം. വെളിപാടിന്റെ 9-ാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 21 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. വെളിപാടിന്റെ 9-13 തൊട്ട് 21 വരെ. അപ്പൊ വെളിപാടിനെ പറ്റി നമുക്കറിയാം. വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണ് എഫേഷ്യൻ ആദ്യത്തെ 2 ചാപ്റ്ററില് 3 ചാപ്റ്ററില് എന്താ പറയുക, ജോൺ വഴി ദൈവം എഴുതിയിരിക്കുന്ന ആദ്യത്തെ 2-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ ചാപ്റ്റർ അല്ലേ, ആ ചാപ്റ്ററിലൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന ചർച്ചുകളെ പറ്റിയാണല്ലോ. എന്താണ് ചർച്ചിന്റെ കാര്യം അല്ലെ, 7 ചർച്ചുകളെ പറ്റി പറയുന്നു. അവരുടെ ആ ഒരു അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്തായി തീരും അല്ലെ, അവർ റിപ്പന്റ് ചെയ്തില്ലെങ്കിൽ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 7 ചർച്ചിൽ 2 ചർച്ച് മാത്രമേ ഉള്ളൂ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന ചർച്ച് അല്ലെ, സ്മിർന ചർച്ചും ഫിലാഡൽഫിയ ചർച്ചും. ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ സാർഡിസ് ചർച്ചിനെ പറ്റിയൊക്കെ പറയുന്ന വെച്ചാൽ ചത്ത ചർച്ചാണ് അല്ലെ, ഒന്നുമില്ല, ജീവനിലുള്ള ജീവൻ എങ്ങനെയെങ്കിലും എന്താ പറയുന്നത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവര് തിരിച്ചു ദൈവത്തിലേക്ക് വരാൻ പറയുക അല്ലെ. അപ്പൊ എന്താ പറയുക, ലവോഡിഷ്യ ചർച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ലവോഡിഷ്യ ചർച്ച് ഇപ്പോഴത്തെ കാണുന്ന പല ചർച്ചുകളെയും പോലെ അല്ലെ, ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ വളരെ റിച്ചാണ് അല്ലെ, ദൈവത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ വചനത്തിലല്ല റിച്ചായിരിക്കുന്നത്, ബാക്കി മെറ്റീരിയൽ ആയിട്ട് കാണുന്ന കാര്യങ്ങളിലെല്ലാം അല്ലെ അവര് വളരെയധികം റിച്ചാന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ചർച്ച്. അപ്പൊ അങ്ങനെ പല ചർച്ചുകളെ പറ്റിയും പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ അപ്പൊ എഫേഷ്യൻ ചർച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചർച്ചാണല്ലോ, ആദ്യത്തെ ചർച്ചിന് അത് ആദ്യത്തെ എന്താ പറയുക അഡ്രസ് ചെയ്തിരിക്കുന്ന ചർച്ചാണല്ലോ. അതിനോട് പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ ആദ്യത്തെ സ്നേഹത്തിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു അല്ലെ. അപ്പൊ അത് നീ തിരിച്ച ആദ്യത്തെ സ്നേഹത്തിലേക്ക് വന്നില്ല എങ്കിൽ എന്ത് പറ്റും, നിന്റെ ലാംപ് സ്റ്റാൻഡ് ഞാൻ എടുത്ത് മാറ്റും. അത് ഈ ലെറ്റർ എന്താ പറയുക ജോൺ എഴുതിയതിനു ശേഷം, റെവലേഷൻ എഴുതിയതിനു ശേഷം ഒരു 50 വർഷത്തിന്റെ ഇടയിൽ തന്നെ ഇത് ആ ചർച്ച് നശിച്ചു പോയി എന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് റിപ്പന്റ് ചെയ്തില്ല, അവര് എന്താ പറയുക മാനസാന്തരപ്പെട്ടില്ല, അവർ തിരിച്ച് ദൈവത്തിലേക്ക് വന്നില്ല, അവർ അവരുടെ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പോവുകയും ചെയ്തു. അവർ ഒരുപാട് ദൈവത്തിന് വേണ്ടി സഹിച്ച ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്ത് ദൈവത്തിനുണ്ട്. പക്ഷെ ദൈവം മൊത്തം സ്നേഹമില്ലാത്ത തരത്തിലുള്ള സ്നേഹമായിരുന്നു, ഒരു തരത്തിലുള്ള വർക്കായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു, പിന്നെ കുറെ കാര്യങ്ങൾ ഇനി നടക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ്, ഒരിക്കൽ പോലും മാറിപ്പോകാത്ത മാറ്റമില്ലാത്ത വചനമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ സീല്
അല്ലെ, ആ സ്ക്രോളിന്റെ സീല് പൊട്ടിക്കാൻ, മുദ്ര പൊട്ടിക്കാൻ വേർത്ത് ആയിട്ടുള്ള അല്ലെ, അതിന് എന്താ പറഞ്ഞ, അതിന് അവകാശമുള്ള, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, അതിനുള്ള പ്യൂരിറ്റി ഉള്ള ഒരു വേർത്തി ആയിട്ടുള്ള ഒരാളില്ല അല്ലെ. യേശു അല്ലാതെ വേറെ ആർക്കും അത് പൊട്ടിക്കാനുള്ള അവകാശവുമില്ല, ഒന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ യേശു മാത്രമാണ് നമ്മളെ മനുഷ്യവർഗത്തെ വീണ്ടെടുത്തിരിക്കുന്നത്. വീണ്ടെടുത്തവൻ ആണ് ഉടയവൻ അല്ലെ. അപ്പൊ ഉടയവന് മാത്രമേ ആ മുദ്ര പൊട്ടിക്കാനുള്ള അവകാശമുള്ളൂ. അപ്പൊ യേശു പൊട്ടിക്കുന്നു. മുദ്ര ഓരോന്ന് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യത്തെപ്പറ്റി വെളിപാടിന്റെ 6-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ, ഓരോ മുദ്ര പൊട്ടിക്കുമ്പോൾ, ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടായ കാര്യം അല്ലെ, ഒരു വെള്ളക്കുതിരന്റെ ടോപ്പിൽ വരുന്ന, ഒരു പൊക്കത്തിരുന്ന് വരുന്ന ഒരു വ്യക്തി, അയാൾക്കൊരു കിരീടമുണ്ട്, അയാളുടെ കയ്യിലൊരു എന്താ പറയാ വില്ലുണ്ട്, പക്ഷെ അമ്പില്ല അല്ലെ. നമുക്ക് കാണാൻ പറ്റും. ചിലർ പറയുന്നത് എന്താ പറയാ, അത് ആന്റിക്രസ്റ്റിനെ കാണിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ താഴേക്ക് വരുമ്പോ അല്ലെ, ചുവന്ന കുതിര സമാധാനം എടുത്ത് മാറ്റുന്നതിന് വേണ്ടി വരുന്നത്, ചുമന്ന കുതിരപ്പുറത്ത് വരുന്ന ആള്. പിന്നെ കറുത്ത കുതിര അല്ലെ, ദാരിദ്ര്യം, എല്ലായിടത്തും ദാരിദ്ര്യത്തിന്റെ അവസ്ഥ വരുന്നു അല്ലെ. പിന്നെ ഈ മഞ്ഞ കുതിര അല്ലെങ്കിൽ പേൽ കളറിലുള്ള കുതിര, അത് എന്താ പറയുക, ഡെത്ത് ആണ്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ദാരിദ്ര്യം ദൈവം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു, മനുഷ്യരുടെ സമാധാനം എടുത്ത് കളഞ്ഞു അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുന്നതിന് വേണ്ടി അല്ലെ. പിന്നെ എന്താ പറയുക, മരണം അല്ലെ, ആ കുതിരനെ വരുന്ന ആളെ ഫോളോ ചെയ്യുന്നു, പാതാളം ഫോളോ ചെയ്യുന്നു അല്ലെ, മരണം ഫോളോ ചെയ്യുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് മരണത്തിന്റെ ഒരു അവസ്ഥ അല്ലെ, ആൾക്കാർ മരിക്കുന്ന ഒരവസ്ഥ, എന്താ പറയുക, 1/4 അല്ലെ, എന്താ പറയുക, 4% ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരവസ്ഥ കാണുന്നു. അത് കഴിയുമ്പോൾ 5-ാമത്തെ സീല് പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ യേശുവിന് വേണ്ടി മരിച്ചവരുടെ ആത്മാവ് ദൈവത്തെ നോക്കി കരയുന്ന കാഴ്ചയാണ് കാണുന്നത്. 6-ാമത്തെ സീല് പൊട്ടിക്കുമ്പോൾ എർത്ത് വരുന്നു അല്ലെ, ഭൂകമ്പം വരുന്നു. പക്ഷെ അത്രയും വലിയ ഭൂകമ്പം വന്നിട്ട് പോലും ആൾക്കാര് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കാതെ അവര് പാറയോടും മലയോടും കല്ലിനോടൊക്കെ ഞങ്ങളുടെ ദേഹത്തേക്ക് വീണോളം പറയും അല്ലെ. എന്നാലും അവർക്ക് ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത, ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും അല്ലെ, എന്താ പറയുന്നത്, മനുഷ്യര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നില്ല അല്ലെ. ഇനി നമുക്കറിയാം 7-ാമത്തെ സീല് പൊട്ടിച്ചു കഴിയുമ്പോൾ, 7-ാമത്തെ സീൽ എന്ന് പറയുന്നത് ബാക്കി വരുന്ന 7 ട്രംപറ്റ് അല്ലെ, 7 കാഹളം ഊതുന്നതിന്റെ ഒരു പ്രിലൂഡാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് 7-ാമത്തെ സീല് വരുന്നത്. അപ്പൊ ഇപ്പൊ 6-ാമത്തെ സീല് പൊട്ടിക്കുന്നത് വരെയുള്ള ദൈവം എങ്ങനെയാണോ ഈ ട്രിബുലേഷൻ അല്ലെ, കഷ്ടപ്പാട് കൊണ്ടുവരുന്നത്, അതിനേക്കാളും കട്ടിയായിട്ടുള്ള എന്താ പറയുന്നത്, ഈ കഷ്ടപ്പാടാണ് പിന്നെ 7-ാമത്തെ സീല് പൊട്ടിച്ചതിന് ശേഷം ആ 7 ട്രംപറ്റുകളും ഊതും അല്ലെ, കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കാലൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ അവിടെ നമുക്ക് കാണാം ഒരു കാര്യം, നമുക്ക് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന് എങ്ങനെയെങ്കിലും മനുഷ്യവർഗത്തെ എങ്ങനെയാന്ന് പറഞ്ഞാലും വേണ്ടില്ല വീണ്ടെടുക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കാഴ്ച നമ്മൾ കാണുന്നു. അപ്പൊ നമുക്കിന്ന് 9-ാമത്തെ ചാപ്റ്റർ എന്ന് വായിക്കാം. 9-ന്റെ 13-21 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 6-ാമത്തെ ദൂതൻ ഊതി. അപ്പൊ 7-ാമത്തെ സീല് പൊട്ടിച്ച ശേഷം, 7-ാമത്തെ സീലിന് നേരത്തെ പറഞ്ഞ പോലെ 7-ാമത്തെ സീൽ എന്ന് പറഞ്ഞത് പിന്നെ വരാൻ പോകുന്ന 7 കാഹളങ്ങളുടെ ഊതുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. അപ്പൊ ആ 7 കാഹളങ്ങൾ എന്താ പറയാ, 5 കാഹളങ്ങൾ ഊതി. അപ്പൊ 1-ാമത്തെ കാഹളത്തെ പറ്റി പറയുവാണെങ്കിൽ, അത് 1-ാമത്തെ കാഹളം ഊതി കഴിയുമ്പോഴേക്കും എന്താ പറയാ, സ്വർഗത്തിൽ നിന്ന് ആലിപ്പഴം പോലുള്ള അല്ലെ, ഹെയിൽ എന്ന് പറഞ്ഞ ഹെയിലും എന്താ പറയുക, ഫയർ അല്ലെ, തീയും എല്ലാം വന്നിട്ട് മരങ്ങളെയും ചെടികളല്ലേ, 3-1 മരങ്ങളെയും ചെടികളെയും ലോകത്തുള്ള അതിലെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ അടുത്തത് എന്താ ദൈവം ചെയ്യുന്നത്, പിന്നെ എന്താ പറയണ, കത്തുന്ന മല പോലുള്ള സാധനം എടുത്ത് ദൈവം അല്ലെ, ദൂതന്മാർ വഴി കടലിലേക്ക് ഇടുന്നു. 3-1 കടലും അതിലുള്ള കപ്പലുകളും അതിലുള്ള എന്താ പറയുക ജീവികളെല്ലാം മരിച്ചു വന്നു. പിന്നെ അതേപോലെ അടുത്ത കാര്യം ദൈവം ചെയ്യുമ്പോൾ എന്താ പറയുക, അത് റിവറുകൾ അല്ലെ, തോടുകളും ആറുകളും കുടിവെള്ളത്തെ നശിപ്പിക്കുന്നു. പിന്നെ അടുത്തത് 4-ാമത്തത് വരുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും അല്ലെ, നക്ഷത്രങ്ങളെ എല്ലാം ഇരുണ്ടതാക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം 6-ാമത്തെ ദൂതൻ ഊതുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിലെ ഇപ്പൊ ഈ 6-ന് മുമ്പ് ഞാൻ പറയും, 7 എന്ന് പറയുമ്പോൾ ദൈവം യേശുക്രിസ്തുവിന്റെ തീരുവ ചെയ്യുന്നു അല്ലെ, ഈ ലോകം എന്ന് പറയുന്നത്.
അതാണ് ഏഴാമത്തെ ട്രംപറ്റ് ഊതുന്നതിനെ പറ്റി പറഞ്ഞത്. ഇവിടെ ആറാമത്തതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആറാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണ പീഠത്തിലെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുക്കിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യം 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടു. എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലയും ഗന്ധകവർണ്ണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്നും മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വാലിലും ആയിരുന്നു. വാലോ സർപ്പത്തെപ്പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്ര കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വഹിക്കാത്ത പൊന്നു, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്തവണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ടു മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതും ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ കാഹളം ഊതുന്നതിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ലെവൽ കാണുവാണ് അല്ലെ. ഭൂമിയില് ഇതേപോലെ തന്നെ ആയിരിക്കണമെന്നില്ല സംഭവിക്കുന്നത് അല്ലെ. അതൊരു കറ്റാസ്ട്രോഫി പോലെ വരുന്നതേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ സ്പിരിച്വൽ ആയി അല്ലെ, ജോണിന്റെ സ്പിരിച്വൽ ആയി ദൈവം തുറന്നിരിക്കുന്നു. അങ്ങനെ ജോൺ ഇത് വിഷനായിട്ട് കാണാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ ആറാമത്തെ കാഹളം ഊതുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക. വളരെ വല്ലാത്തൊരു അവസ്ഥയാണ് ഇതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. യൂഫ്രട്ടീസ് നദിയിൽ അല്ലെ, യൂഫ്രട്ടീസ് എന്നിവിടെ ഇരിക്കുന്ന യൂഫ്രട്ടീസ് നദിയില് ഈ ഒരു സമയത്തിനും കാലത്തിനും മാസത്തിനും ദിവസത്തിനും വേണ്ടി ദൈവം ഓൾറെഡി കരുതി നിർത്തിയിരിക്കുക 4 ദൂതന്മാരെ അല്ലെ. അവരുടെ ഒപ്പം വരുന്ന ആ ദൂതന്മാരുടെ ഒപ്പം ഉണ്ട് ബാക്കി വരുന്ന പടയാളി എന്ന് പറയുമ്പോ അവരും തന്നെ ദൂതന്മാര് പോലെയുള്ള അല്ലെ, ഏഞ്ചലുകളെ എല്ലാം ഒരുക്കി നിർത്തിയിരിക്കുന്നത് നശിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇത് കഴിയുമ്പോൾ, ഈ നാശം കഴിയുമ്പോൾ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് 3% ആൾക്കാരും ഈ ഭൂമിയുടെ പൊക്കത്തിൽ നിന്ന് അല്ലെ അവര് മരിച്ചു പോകുക തന്നെ ചെയ്യും. ദൈവം കൊല്ലുക തന്നെ ചെയ്തിരിക്കും. അപ്പൊ നേരത്തെ നമുക്കറിയാം ആറാമത്തെ ചാപ്റ്ററിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ പെയിൽ ഹോഴ്സിൽ വരുന്ന ആ മഞ്ഞ കുതിരയിൽ വരുന്ന അത് അല്ലെ, ആ ഒരു കാഴ്ച കാണുമ്പോൾ മഞ്ഞ കുതിരയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര് മരണമെന്ന് അവന്റെ പേരിന്ന് തന്നെ പറഞ്ഞിരിക്കുക അല്ലെ. ആ 4ാമത്തെ സീല് പൊട്ടിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മഞ്ഞ കുതിര വരുന്ന അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക, അദ്ദേഹമില്ല, ആ ദൂതന് കൊടുത്തിരിക്കുന്ന അധികാരം അനുസരിച്ച് ഭൂമിയിലുള്ള 4% പേരെ കൊന്നുകളയുന്നതിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടെ ആറാമത്തെ ചാപ്റ്ററിലുള്ളതും ഇപ്പൊ നമ്മൾ വായിച്ചോ 9ാമത്തെ ചാപ്റ്ററോട് കൂട്ടിക്കഴിയുമ്പോ പകുതിയേക്കാളും കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നു അല്ലെ, ആ ട്രിബുലേഷൻ ടൈമിൽ, ആ കഷ്ടപ്പാടിന്റെ സമയം. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു കഷ്ടപ്പാട് ലോകത്ത് ആരംഭം തൊട്ട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തില്ല. അതുപോലത്തെ ഒരു കഷ്ടപ്പാട് വരാൻ പോകുന്നു അല്ലെ. ദൈവം അതിന്റെ ആ സമയം ഷോർട്ടൺ ചെയ്തില്ല എങ്കിൽ, തന്റെ ഇലക്റ്റിന് വേണ്ടി ഷോർട്ടൺ ചെയ്തില്ലെങ്കിൽ ഒരു ജഡം പോലും ജീവിച്ചിരിക്കത്തില്ല. അതുപോലെ കഷ്ടപ്പാടിന്റെ സമയം വരുന്നു. പക്ഷെ എനിക്കിവിടെ നിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 19 തൊട്ട് 21 വരെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, കുതിരയുടെ ശക്തിയും വാലിലും ആയിരുന്നു. വാല സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇനി അടുത്ത വാക്ക്, ഇവയാൽ എത്ര കേടുവരുത്തുന്ന ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ. അപ്പൊ ഈ ബാധകൾ ഇത്രയും വന്നിട്ട്, ഇപ്പൊ പറഞ്ഞ ബാധയെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ ചാപ്റ്റർ തൊട്ട് ഇങ്ങോട്ട് വരുന്ന സകല ബാധയിലും വരുന്ന ആൾക്കാർ, ഇതിൽ മരിച്ചു പോകാതിരിക്കുന്ന ആൾക്കാർ അല്ലെ. 7ാമത്തെ ചാപ്റ്റർ വരുന്ന നമുക്ക് കാണാം കുറേയധികം ജനങ്ങൾ അല്ലെ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവര് വരുന്ന എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഷ്ടപ്പാടിന്റെ അവസാനത്തെ സമയത്ത് കഷ്ടപ്പാടിൽ നിന്ന് വരുന്ന വളരെയധികം എല്ലാ ട്രൈബിൽ നിന്ന്, എല്ലാ രാജ്യത്തു നിന്നും
എല്ലാ റേസിൽ നിന്നും, എല്ലാ കളറിൽ നിന്നും, എല്ലാ ലാംഗ്വേജിൽ നിന്നും ഒരുപാട് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു വരുന്നതിനെ പറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുക ഇതിലൊന്നും പെടാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ മനുഷ്യര് ഇത്ര എന്താ പറയാ, ഈ ഇവിടെ ഇപ്പൊ 3% ആൾക്കാർ മരിച്ചു, അതിനു മുമ്പ് 4% ആൾക്കാർ മരിച്ചു പോകുന്നു. അതിലെല്ലാം കഴിഞ്ഞിട്ടും കൂടെ പെടാതെ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എങ്ങനെയായിരിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് അവരുടെ ദുർഭൂതങ്ങളെ ആരാധിക്കുന്നത്, അല്ല ദുർഭൂതം ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നത് ആരാധിക്കുന്നത് നിർത്താൻ താല്പര്യമില്ലാത്തവര് അല്ലെ. അത് അവര് പിന്നെയും കണ്ടിട്ട് ഇത്രയും അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടും ഇത്രയും കാര്യങ്ങൾ അവർ കണ്ടിട്ട് കുടിക്കാൻ ഒരുപക്ഷെ വെള്ളം ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ദൈവം അവരുടെ റിവറുകളെ മൊത്തം അല്ലെ, അവരുടെ അരുവികളെ തോടുകളെ എല്ലാத்தைയും നശിപ്പിച്ചു കളഞ്ഞു അല്ലെ, വെള്ളത്തിന്റെ സ്രോതസ്സുകളെ എല്ലാം ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും കൂടെ തിരിച്ച് ദൈവത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അല്ലെ, ദുർഭൂതങ്ങളെ കാണാനും കേൾപ്പാനും നടപ്പാനും വഹിക്കാത്ത പൊന്നു, വെള്ളി, ചെമ്പു, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കുന്ന വ്യക്തികളല്ലേ, അവരെ നമസ്കരിക്കാതിരിക്കത്തക്ക വണ്ണം തങ്ങളുടെ കൈപ്പണിയെ വിട്ട് മാനസാന്തരം പെട്ടില്ല എന്ന് പറയാം. മാനസാന്തരപ്പെട്ടില്ല അല്ലെ. ദൈവം എത്രമാത്രം ശ്രമിച്ചിട്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെ, എത്രമാത്രം ശ്രമിച്ചിട്ട് തങ്ങളുടെ കുലപാതകം, ശുദ്ധം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെടാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ ഉണ്ടാകും എന്ന് ചുരുക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് തോറ്റുവും ഇവരുടെ ഹൃദയത്തിന്റെ കട്ടിക്ക് മുമ്പിൽ അല്ലെ. അതുപോലത്തെ ഉള്ള ആൾക്കാര് ഈ ലോകത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. സകല കൂടെ യേശുക്രിസ്തു സ്വന്തം വാ കൊണ്ട് പറഞ്ഞു, ഇതുപോലത്തെ ഒരു കഷ്ടപ്പാട് മനുഷ്യ വർഗത്തിന്റെ തുടക്കം തൊട്ടല്ല, ഭൂമി തുടങ്ങിയ സമയത്തോട്ട് പോലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുപോലത്തെ കഷ്ടപ്പാടിൽ കൂടെ ദൈവം കടത്തിവിടും മനുഷ്യരെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിലേക്ക് തിരിച്ചു വരുത്താൻ വേണ്ടി അല്ലെ, തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനറിയാം താൻ സൃഷ്ടിച്ചിരിക്കുന്ന പാതാളം എങ്ങനത്തെയുള്ള പാതാളം എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. ഒരു ആത്മാവിന്റെ വില എത്രമാത്രമാണെന്നുള്ള കാര്യം ദൈവത്തിനോട് അറിയാവുന്ന വ്യക്തികൾ ആരും തന്നെ ഇല്ല. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ ഭൂമി മൊത്തം ഈ ലോകത്തുള്ള സകലതും കിട്ടിയെന്ന് പറഞ്ഞാലും ഒരാത്മാവിന്റെ വിലയോളം എത്തത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മരിച്ചത്. ആട്ടുകൊറ്റന്റെ രക്തം പോരായിരുന്നു, കാളയുടെയും പോത്തിന്റെ എന്താ പറയുക ആട്ടുകൊറ്റന്മാരുടെയും അല്ലെ പോരായിരുന്നു ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്നത്. കാണാം, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഭയങ്കരമാണ് അല്ലെ. ആ ഒരു വില യേശുവിന്റെ രക്തത്തിനല്ലാതെ വേറെ ഒന്നിനും കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല അല്ലെ. എന്നിട്ടും കൂടെ അതിനുശേഷം ഇത്രയധികം കഷ്ടപ്പാടിൽ കൂടെ കടത്തിവിട്ടതിന് ശേഷം പോലും അല്ലെ തങ്ങളെ പിടിച്ചിരിക്കുന്നത് വിട്ട് കളയാൻ മനസ്സില്ലാതിരിക്കുന്ന മനുഷ്യരാണ്. പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യർ, അതെവിടെ ഇരിക്കുന്ന ഭൂതങ്ങളെ ആരാധിക്കുന്ന മനുഷ്യർ. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് പിശാചിനെ ആരാധിക്കുകയും അല്ലെ, അവരെ കൈകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെ, കല്ലുകൊണ്ടും തടി കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളികളും ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അല്ലെ. ഇതെല്ലാം ഇവർ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ 21-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ചെയ്യുന്ന കുലപാതകം, ശുദ്രം, ദുർനടപ്പ്, മോഷണം അല്ലെ. ഇപ്പൊ ഇതിനെല്ലാം കൂടെ മറച്ചു വെക്കുന്നതിന് വേണ്ടി അല്ലെ, ഇതിനെല്ലാം മറച്ചു വെക്കുന്നതിന് അതിൽ നിന്നൊന്നും അവർക്ക് എന്താ പറയാ, അവർക്ക് പുറത്തിറങ്ങി വരുന്നതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ പിശാചിനെ ആരാധിക്കാൻ പോകുന്നത് അല്ലെ. എന്താ പറയുക, കാണാനും കേൾക്കാനും ഒരു കഴിവുമില്ലാത്ത ഈ ഐഡൽസിന് അല്ലെ, വിഗ്രഹങ്ങളെ ആരാധിക്കും ഇവര് പോകുന്നതിന് കാരണം. അപ്പൊ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യരോട് ദൈവം മാറാൻ പറയുമല്ലോ അല്ലെ. തങ്ങളുടെ ജീവിതത്തിന്റെ കൊള്ളരാധികയെല്ലാം വിട്ടിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ പറയുമല്ലോ. അതൊന്നും വേണ്ട. അപ്പൊ അതൊക്കെ തങ്ങളുടെ കൊള്ളരാധികയൊക്കെ അത് നിർത്തിക്കഴിഞ്ഞ് തങ്ങൾക്ക് തന്നെയാണ് അതിന് നഷ്ടം വരുന്നത്. അതുകൊണ്ട് യേശുവിനെ തള്ളിക്കളഞ്ഞാലും വേണ്ടില്ല അല്ലെ, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ തുടരാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പറ്റ ആൾക്കാർ അവസാനവും ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം. കല്ലുപോലെ ഹൃദയമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം. അങ്ങനെയുള്ള ആൾക്കാർ ഒരെണ്ണം പോലും ദൈവത്തിന് മുമ്പിൽ നിൽക്കത്തില്ല. മത്തായി സുവിശേഷത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 5, 6, 7 ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെ, മലമുകളിൽ വെച്ച് അല്ലെ ദൈവം തന്നിരിക്കുന്ന, നമ്മൾക്ക് തന്നിരിക്കുന്ന ആ സെർമൻ അല്ലെ, അത് ഒരു പ്രീച്ചിങ്. പക്ഷെ അത് വെറുതെ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളല്ല, അത് മനുഷ്യവർഗം എങ്ങനെയായിരിക്കണം
എന്നുള്ളതിനെ പറ്റി ലോയാണ് കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു ലോ പോലും അല്ലെ, ന്യായപ്രമാണമോ പ്രോഫറ്റുമാരോ അതിന് ലംഘിക്കുന്നതിന് വന്നതല്ല അല്ലെ, എല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഫുൾഫിൽ ചെയ്തു അല്ലെ, ദൈവം കൊടുത്തിരുന്നല്ലോ. പക്ഷേ യേശുക്രിസ്തുവിലാണ് ഇന്ന് നമുക്കുള്ളത്. യേശുവിന്റെ മരണത്തിന് ശേഷം യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും അല്ലെ, മരണത്തിന് ശേഷം യേശുവിനെ വിശ്വസിച്ച വ്യക്തികൾ എല്ലാവരും അല്ലെ, അവരെയും ദൈവം യേശുക്രിസ്തു എന്താ പറയാ നീതീകരിക്കുക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ തന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുന്ന ഓരോ വ്യക്തിക്കും തന്നിരിക്കുന്ന ലോയാണിത് അല്ലെ. നമ്മൾക്ക് ലോ പാലിച്ചേ പറ്റൂ. ന്യായപ്രമാണം വർക്ക് ചെയ്യുന്ന ന്യായപ്രമാണത്തെ പറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആട്ടുകൊറ്റന്മാരെ കൊല്ലണം അങ്ങനെയൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നതുണ്ടല്ലോ, ഇസ്രായേൽ മക്കളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പൊ അതിനെപ്പറ്റിയല്ല പറഞ്ഞു, അല്ലാതെ യേശുവിലുള്ളല്ലോ അല്ലെ, യേശുവിലായിരിക്കുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സമാധാനം കാംക്ഷിക്കുന്ന വ്യക്തികൾക്ക് അല്ലെ, അവര് എന്താ പറഞ്ഞ, നമ്മൾ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് ദൈവത്തിന്റെ മക്കൾ എന്ന് അറിയപ്പെടും അല്ലെ. അപ്പോ നമ്മുടെ സഹോദരങ്ങളെ ഫൂളായിട്ട് നിങ്ങൾ കരുതെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരുണ്ടാകരുത് അല്ലെ. ദൈവവും മാമനും ഒരുമിച്ച്, ദൈവവും പണം ഒരുമിച്ച് എന്താ പറയുക പോകത്തില്ല അല്ലെ. അപ്പൊ ദൈവം പറഞ്ഞിരിക്കും, നമ്മുടെ കണ്ണുകളെ പറ്റി പറഞ്ഞിരിക്കും, നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ ശരീരത്തിന്റെ വിളക്കെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കണ്ണ് മോശമാണെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം ഡാർക്ക്നെസ് ആയിരിക്കും, നമ്മുടെ ശരീരം മോശമായിരിക്കും എന്ന് പറഞ്ഞു, നമ്മുടെ ജഡം അല്ല മോശമായിരിക്കും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണുകളെ പരിശുദ്ധമാക്കി വെക്കുക, കണ്ണുകൾ കാണുന്ന കാഴ്ച പരിശുദ്ധമായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ 7 ചാപ്റ്ററിൽ അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ ചാപ്റ്റർ, 3 ചാപ്റ്ററുകൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് യേശുവിലുള്ള നിയമമാണ്, അത് നമ്മൾ പാലിച്ചോടെ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, മത്തായി സുവിശേഷം 5-ാമത്തെ ചാപ്റ്ററിന്റെ 8-ാമത്തെ വാക്യനെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയം ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധി ഇല്ലാതെ അല്ലെ, നൈർമല്യമുള്ള ഒരു ഹൃദയമായിട്ട് അല്ലാതെ ചെല്ലുന്നതെങ്കിൽ ആർക്കും ദൈവത്തിന്റെ അടുത്ത് പോകാൻ സാധിക്കത്തില്ല. 24-ാമത്തെ സങ്കീർത്തനത്തിൽ പോകുമ്പോൾ 3-4 വാക്യനെ പറഞ്ഞിരിക്കുന്നു. 24 സങ്കീർത്തനത്തിന്റെ 3-4 വാക്യനെ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അല്ലെ. നിർമ്മലമായിട്ടുള്ള ഹൃദയമുള്ളവൻ, വെടിപ്പുള്ള കൈകളുള്ളവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കം ചെയ്യാത്ത കൈയുള്ളവൻ, രക്തം ചീന്താത്ത കൈയുള്ളവൻ അല്ലെ, മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്ത കൈയുള്ളവൻ അല്ലെ, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന വ്യക്തി, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തി അല്ലെ. അങ്ങനെയുള്ള വ്യാജത്തിന് മനസ്സ് വെക്കാതെയും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തികൾ അല്ലെ, അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതും ചിന്തിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക്, കള്ളസത്യം പറയാതിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർ മാത്രമേ ദൈവത്തിന് മുമ്പിൽ നിൽക്കത്തുള്ളൂ. തങ്ങൾ ചെയ്യുന്ന മോഷണവും കൊലപാതകവും അല്ലെ, ശുദ്രവും ദുർനടപ്പും ഒന്നും വേണ്ടെന്ന് വെക്കാൻ താല്പര്യപ്പെടാതെ അല്ലെ, എത്രമാത്രം കഷ്ടപ്പാടി കൂടെ കടന്നു പോയെന്നാൽ പറഞ്ഞാലും വീട്ടില്ല, തങ്ങളായിരിക്കുന്ന ഒരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് തിരിച്ചു പുറത്തു വന്ന് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അവസാനത്തെ നിമിഷവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒന്നും ഒപ്പം നമ്മളായി പോകാതിരിക്കട്ടെ അല്ലെ. അതാണ് ദൈവം നമ്മളെ പറ്റി പറയുന്നത്. എന്ത് വന്നെന്ന് പറഞ്ഞാലും വേണ്ടില്ല, ദൈവത്തിന് മനുഷ്യവർഗത്തെ അല്ലെ എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടെടുക്കണം എന്ന് താല്പര്യം കാണിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് ആരാധിക്കാം, ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് തള്ളിക്കളയാതിരിക്കാം അല്ലെ. ഇവിടെയും കാണിക്കുന്ന ഈ വലിയ കഷ്ടപ്പാടിന്റെ സമയത്ത് കാണിക്കുന്ന മനുഷ്യവർഗത്തോട് ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ അല്ലെ, എനിക്ക് ഇവരെ എങ്ങനെ എന്തെങ്കിലും വേണം, എനിക്ക് ഇവരെ കിട്ടിയേ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ദൈവമാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധമുള്ള ഹൃദയമായിട്ട് ഉള്ളവരായിരിക്കാം. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഡേവിഡ് എങ്ങനെ എഴുതിയിരിക്കുന്ന, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് അല്ലെ, ദൈവമേ എന്റെ ഉള്ളിൽ ഒരു പരിശുദ്ധമായിട്ടുള്ള ഹൃദയം ഉണ്ടാകട്ടെ, എനിക്ക് കട്ടിയുള്ള ഹൃദയം വേണ്ട അല്ലെ, എനിക്ക് നൈർമല്യമുള്ളൊരു ഹൃദയം മതി, എനിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കണം, ഞാൻ അങ്ങയുടെ സ്റ്റെപ്പുകളെ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഞാൻ മോശപ്പെട്ട രീതിയിൽ പോയിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ തിരിച്ചിറങ്ങി വരാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു കരച്ചിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോ നമ്മുടെ ദൈവം അത് കേൾക്കുക തന്നെ ചെയ്യും, അവന്റെ കൂടെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും അല്ലെ. നമ്മൾക്ക് ട്രിബുലേഷൻ നമുക്ക് ബാധകമായിരിക്കത്തില്ല അല്ലെ, ഓവർകം
ഓവർകം ചെയ്യുന്നവരെ രണ്ടാമത്തെ മരണം അവരെ ഹേർട്ട് ചെയ്യത്തില്ല എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓവർകം ചെയ്യുന്നവർ തന്നെയായിരിക്കും. നമുക്കൊരു പുതിയ എന്താ പറയുന്നത് നാമം ഒരു വെള്ളക്കല്ലിൽ കുത്തി നമ്മുടെ ദൈവം നമുക്ക് തരുവതനെ തന്നെ ചെയ്യൂല. അതിനു വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകെ ദൈവത്തെ യേശുവിന്റെ ഒപ്പമായിരിക്കുന്നതിന് വേണ്ടി, യേശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളോടും അല്ലെ, നമ്മളുടെ ഇന്നത്തെ കാലത്തെ പറ്റിയല്ല പറഞ്ഞു, നമ്മുടെ നിത്യത മൊത്തം യേശുവിന്റെ ഒപ്പമായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹൃദയത്തിന് കട്ടി ഇല്ലാത്തവരായിരിക്കാം അല്ലെ, ഹൃദയത്തിന് കട്ടിയുള്ള ഹൃദയം വേണ്ട, നമ്മുടെ ദൈവം തയ്യാറാണ്. എന്തെന്ന് വെച്ചാൽ കട്ടിയുള്ള കല്ലുപോലുള്ള ഹൃദയമുള്ളവരെ അത് കല്ലുപോലത്തെ ഹൃദയം എടുത്ത് മാറ്റിക്കളഞ്ഞുകൊണ്ട് അല്ലെ, നമുക്ക് എന്താ നിർമ്മലമായിട്ടുള്ള ഹൃദയം വെച്ച് തരാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സെക്കിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അങ്ങനെ താല്പര്യമുള്ള ഒരു ദൈവമാണ് നമ്മുടെ യേശുക്രിസ്തു. നമ്മളെ തന്നെ അല്ലെ ഈ 2025 ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കും. നിർമ്മലതയുള്ള ഹൃദയമുള്ളവരായിരിക്കട്ടെ നമ്മൾ അല്ലെ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്ന, ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാകട്ടെ നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഹൃദയം കല്ലുപോലെ ആയിപ്പോകാൻ നമ്മൾ സമ്മതിക്കരുത് ഒരു കാരണവശാലും അല്ലെ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സൂക്ഷിക്കുക. യേശുവിന്റെ വഴി കൂടെ നടക്കുക, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി. അപ്പൊ അതാണ് എനിക്ക് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. അങ്ങ് ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിന് നന്ദി കർത്താവേ. കല്ലുപോലുണ്ടായിരുന്ന ഹൃദയമുണ്ട് ഒരു കാലത്ത് ഞങ്ങൾക്ക്, പക്ഷെ ഇന്നത് കർത്താവേ തച്ചുടച്ച് കർത്താവ് ഒരു പുതിയ ഹൃദയം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അങ്ങ് വാർത്തെടുത്തിരിക്കുന്നു കർത്താവ്. ഹൃദയത്തിൽ ആ മനസ്സിൽ കർത്താവ് അങ്ങയുടെ നിയമം അങ്ങയെ ചേർക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവ്. ഞങ്ങൾ അങ്ങയുടെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി താങ്ക് യു ജീസസ് മിസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. താങ്ക് യു ജീസസ് മിസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. യേശുവിന്റെ നാമത്തിൽ നമ്മെ കർത്താവേ കട്ടിയുള്ള ഹൃദയം ഉണ്ടാകാതിരിക്കട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടത് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.